സുഗാന്ത് സുരേഷ് മിടുക്കിയായ ഒരു 23-കാരി IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു ചെറുപ്പക്കാരൻ. എന്തായാലും കഴിഞ്ഞ 2 മാസമായി സുഗാന്ത് ഒളിവിലായിരുന്നു. പ്രത്യേകിച്ചും ശാരിക നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ പോലീസിനെയൊക്കെ വട്ടം ചുറ്റിച്ച പോലീസിൻ്റെ അന്വേഷണ മികവൊക്കെ ഇത്രയേ ഉള്ളോ എന്ന് അടുത്ത കാലത്ത് നമുക്ക് തോന്നിയ ഒരു സംഭവം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വിദേശത്ത് പോലുമുള്ള പ്രതികളെ പിടികൂടുന്ന നമ്മുടെ പോലീസ് ഇത്രയും കാലം എവിടെ പോയിരുന്നു? അത് ഹൈക്കോടതി അടക്കം ചോദിച്ച ചോദ്യമാണ്. ഈ സുഗാന്തിന്റെ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ചോദിച്ചൊരു കാര്യമാണ്, ഇത്രയുള്ളൂ കേരള പോലീസിന്റെ അന്വേഷണ മികവെന്ന്. പോലീസിന്റെ അന്വേഷണത്തിൽ കോടതിക്ക് പോലും സംശയമുണ്ടായ ഒരു സംഭവം കൂടിയായിട്ട് ഇത് മാറുകയാണ്. എന്തായാലും ഹൈക്കോടതി സമീപ ദിവസം ഈ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും സുഗാന്ത് കീഴടങ്ങിയത്. പോലീസിന്റെ മുഖം രക്ഷിക്കലും കൂടായി. കാരണം പോലീസ് രക്ഷപ്പെട്ടില്ലേ, പോലീസ് നാണം കെട്ടനെ. അതും പിടിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നെ ഇവനെ പിടിച്ചോണ്ട് വന്നിരുന്നെങ്കിലും. പകരം അവൻ സ്വമേധ അങ്ങ് കീഴടങ്ങുക ചെയ്തത്. ഇത് 2 മാസം ഇത്രയൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടും അതെല്ലാം പകൽ പോലെ മുന്നിലുണ്ടായിട്ടും ഒരു IB ഉദ്യോഗസ്ഥൻ, അവനെ പറഞ്ഞു വിട്ടെങ്കിലും IB ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിട്ട് പോലും പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് അവൻ ആറാടുകയായിരുന്നു. അവനെ പോലീസിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ദുരൂഹതകളില്ലേ? തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കുള്ള ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടല്ലോ. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരാവട്ടെ, ഈ അവരുടെ ഒരു എന്താ പറയാ സംഘടനാ ബലമുണ്ട്. അതെ, ഇന്നിപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഇങ്ങനത്തുള്ള പെണ്ണേഴ്സ് പോലെ എനിക്ക് വന്നാൽ എനിക്കും സപ്പോർട്ടിനായിട്ട് ആള് വേണമല്ലോ. അപ്പൊ അവരുടെ ഈ പറഞ്ഞ കണക്ക് തെറ്റേതാണ് ശരിയാണെന്ന് നോക്കത്തൊന്നുമില്ല. ചില ഈ മേഖലകളിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇടയ്ക്ക് വലിയൊരു കൂട്ടായ്മയുണ്ട്. അത് തെറ്റ് ചെയ്തവനെ പ്രതിയെ സംരക്ഷിക്കാനാണെങ്കിലും ആ ഒരു കൂട്ടായ്മയും സൗഹൃദവും ഒക്കെ അവരവിടെ കാണിക്കും. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കോടതിക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയാത്ത കോടതിയല്ലല്ലോ. നമ്മുടെ കോടതിക്ക് കൃത്യമായിട്ട് തന്നെ ആരാണ് ഇതിനകത്ത് ഒളിച്ചു കളിച്ചത് അല്ലെങ്കിൽ പോലീസിന്റെ ഇടപെടൽ ഇതിനകത്ത് ഏത് രീതിയിലൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. കാര്യം ദൂരെങ്ങും പോയിട്ടില്ല, കേരളത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, കൊച്ചിയിലല്ലേ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അത് നാണക്കേടായി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ അറസ്റ്റ് കൈവരിക്കുക എന്നുള്ളതല്ലാണ്ട് മുന്നിൽ വേറെ വഴികളില്ല എന്ന് സുഗാന്തിന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ സുഗാന്ത് വന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതാണ്. നമ്മളത് ആലോചിച്ച് നോക്കണം. ഇല്ല, പോലീസിന്റെ ഒരു പിടിപ്പ് കെടുക്കായിരുന്നു. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പേട്ടയിലാണ്. ഈ പേട്ടയിലെ ഇതേ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇവരുടെ അന്വേഷണം. പേട്ട പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ കൈമാറി എന്ന രീതിയിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് ഈ മറ്റ് ചർച്ചകളൊക്കെ അറിയാം. ഇപ്പോൾ IB ഉദ്യോഗസ്ഥരുടെ മരണവും അവരെന്തായിരുന്നു മരിക്കാൻ കാരണം എന്നുള്ളതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും വൈകിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇത്രയും സ്വാധീനമുള്ളവനായിരുന്നോ ഈ IB ഉദ്യോഗസ്ഥൻ, മുൻ IB ഉദ്യോഗസ്ഥൻ. ഇപ്പൊ അവൻ IB ഉദ്യോഗസ്ഥനല്ല. ഈ സുഗാന്ത് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്രയും സ്വാധീനമുള്ളവനായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പാരൻസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് നല്ല സ്വാധീനമുണ്ട്. മരിച്ചുപോയ IB ഉദ്യോഗസ്ഥരുടെ അച്ഛനും അമ്മയ്ക്കും അത്രയും സ്വാധീനമില്ലെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പോലീസ് ഒരിക്കലും അവനെ അറസ്റ്റ് ചെയ്യാതിരുന്നു എന്നുള്ളത്. ഇപ്പോഴും പോലീസിനൊന്നും പറയാനില്ല. കാരണം വേറൊന്നുമല്ല, അവൻ സ്വമേധയാ കീഴടങ്ങിയതാണ്. ജാമ്യം കിട്ടത്തില്ല, ഇനിയിപ്പോൾ എന്തായാലും കീഴടങ്ങിയേ പറ്റൂ, ഇത്രയ്ക്ക് ശിക്ഷയെ കിട്ടൂ എന്നുള്ള ഒരു നിയമവ്യവസ്ഥയെ, നിയമസംഹിതയെ പുജിച്ചുകൊണ്ടുള്ള ഒരു കീഴടങ്ങലായിരുന്നു അത്. ഇപ്പോൾ അവൻ്റെ കുസലില്ലായ്മയൊക്കെ വീഡിയോസിൽ തൊഴുതുകൊണ്ടൊക്കെ ഇങ്ങനെ മുഖമൊന്നും മറക്കുന്നില്ലല്ലോ. അവനൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൊരു നിലപാടിൽ ആ ഒരു മുഖഭാവമാണ് അവൻ. അല്ലാതെ അതിനകത്തൊരു വിഷമോ അങ്ങനെ ഒന്നുമില്ല, ഒരു കുറ്റബോധമോ കാര്യങ്ങളൊന്നുമില്ല. അവൻ്റെ ഒരു സ്ഥിരം തൊഴിലെന്ന രീതിയിലാണ് അവൻ ഈ ഒരു കാര്യത്തെ കണ്ടിരുന്നെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പിടിപ്പുകേടിനെ തന്നെ പറയേണ്ടത്. കാരണം ഒന്ന് ഫസ്റ്റ് ഈ പറയുന്ന പോലെ IB ഉദ്യോഗസ്ഥരുടെ ഒരു മോറൽ സൈഡിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അവരുടെ ഒരു മാനസിക, പ്രത്യേകിച്ചും ലേഡീസിനെ എടുക്കുമ്പോൾ അവരുടെ ഒരു മാനസികമായിട്ടുള്ള ശക്തികളും പുരുഷന്മാരെയൊക്കെ എടുക്കുമ്പോൾ അവരുടെ സ്ത്രീയെ മോറൽ സൈഡ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽസുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയും IBയിൽ എത്രയോ ക്രിമിനൽസുകൾ ഉണ്ടാവും. നമുക്ക് എങ്ങനെ അറിയാം? IB എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലിജൻസ് ബ്യൂറോ. കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിക്കാനും കള്ളക്കടത്തുകാരെ പിടിക്കാനും തീവ്രവാദികളെ പിടിക്കാനും നിയുക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥർ. ആ ഉദ്യോഗസ്ഥർ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരാണെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് തീവ്രവാദികളെ നമ്മുടെ നാട്ടിലേക്ക് കടത്തിവിടാൻ ഇവരൊന്നും മടിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസികളെ പോലും സംശയം നിഴലാക്കി അല്ലെങ്കിൽ ഈ ഏജൻസിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ സ്വഭാവമൊക്കെ ഇത്രയേ ഉള്ളൂ, അവരുടെ സ്വഭാവ വൈകൃതങ്ങൾക്കൊക്കെ അവരും അടിമകളാണല്ലോ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം കൂടിയായിട്ട് സുഗാന്തിൻ്റെ ഈ ഒരു സംഭവം മാറുകയാണ്. കാരണം ശാരിക പറഞ്ഞ പോലെ സാധാരണ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി ഒരുപാട് കടമ്പകളുണ്ട്. യൂഷ്വലി നമുക്കൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി മേടിക്കുന്ന പോലെയുമല്ല, ഒരുപാട് ഫിൽട്ടറിംഗ് പ്രോസസ്സുകൾ അതിലുണ്ട്. ഈ പറഞ്ഞതുപോലെ രഹസ്യ സ്വഭാവമുള്ള ഒരു ജോലിയാണ്. താൻ ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വീട്ടുകാർ പോലും മറ്റുള്ള ആൾക്കാരുടെ പറയരുത് എന്ന് അതാത് അന്വേഷണ ഏജൻസികൾ അവരെ ചട്ടപ്പെടുത്തുകയും ചെയ്യും. അതായത് അതാണ് അവരുടെ ഒരു ഷാഡോ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലത്തുള്ള വളരെ
എന്താണ് ഒളിവിൽ ചെയ്യേണ്ട കോൺഫിഡൻഷ്യൽ ചെയ്യേണ്ട പല കേസുകളിലും അവരുടെ ഐഡന്റിറ്റി വെളിവാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ വളരെയധികം ഫിൽറ്ററിംഗ് പ്രോസസ്സുകളിലൂടെ എടുക്കുന്ന ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിൽ വളരെ എന്താ പറയുക സ്വഭാവ വൈകൃതമുള്ള അത് പറയാൻ കാരണം ഈ സുഗാന്തിന്റെ ഫോണിൽ അത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളും ദൃശ്യങ്ങളൂടെ പോലീസ് പിടിച്ചെടുത്തായിരുന്നു. ഒന്നിലേറെ പെൺകുട്ടികളുമായി ഒരേ സമയം പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ സാധിക്കത്തില്ല. ഒരു പെൺകുട്ടിയുടെയാണല്ലോ ഒരു സമയത്ത് പ്രണയം ഉണ്ടാവേണ്ടത്. സ്വാഭാവികമായിട്ടും ഒന്നിലേറെ പെൺകുട്ടികളുമായി ഈ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അത് ഒരു ഉത്തരേന്ത്യൻ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ചില പെൺകുട്ടികൾ അതിന് മൊഴി കൊടുക്കാൻ തയ്യാറാവുന്നതുമില്ല. സ്വാഭാവികമായിട്ട് അവരുടെ ഭാവി തുലാസിലാവണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം. അവരും എല്ലാവരും ഈ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ എന്തോ ഉള്ളവരാണെന്ന് തോന്നിയിരുന്നു. അതുമാത്രമല്ല, ഒരു പെൺകുട്ടി ഈ ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അത് കൗൺസിലിങ്ങിന് അത് ട്രോമയിലായി എന്നൊക്കെ പറയുന്നു. അങ്ങനെയും വാർത്തകളുണ്ട്. അപ്രോച്ച് ചെയ്യുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇതേ ഒരു ഡ്രാമ തന്നെയായിരിക്കും കളിക്കുന്നത്. സ്വാഭാവികമായിട്ടും കല്യാണം കഴിക്കാം എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ശാരീരികമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പണം കൈക്കലാക്കിക്കൊണ്ട് ഏകദേശം 3-4 ലക്ഷം രൂപയോളം ഈ IB ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പല സമയത്തായിട്ട് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശാരീരിക മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഈ IB ഉദ്യോഗസ്ഥയുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. അത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾക്ക് ആ പെൺകുട്ടി ഇരയായി എന്നുള്ളത് കൊണ്ടാണ്. അത്തരത്തിൽ ഈ ഒരു പെൺകുട്ടി അബോർട്ട് ചെയ്യപ്പെട്ടു, പെൺകുട്ടിയുടെ ഗർഭം അബോർട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വൈറ്റൽ എവിഡൻസുകൾ കളക്ട് ചെയ്ത് പോലീസിന് കൊടുത്തത് ഈ IB ഉദ്യോഗസ്ഥരുടെ പിതാവാണ്. ആ പിതാവ് ഈ ഒരു കേസിനെടുത്ത എഫേർട്ട് ചില്ലറയല്ല. ആദ്യ സമയങ്ങളിൽ നമ്മുടെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിമുഖത കാണിച്ചപ്പോൾ കൃത്യമായിട്ട് തന്നെ മീഡിയയെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ പിതാവ് രംഗത്ത് വരികയും ഇനി കേസെടുത്തില്ലെങ്കിൽ പോലീസിന് പോലും മറ്റ് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ടോപ്പിലുള്ള ആൾക്കാരിൽ നിന്നോ ഒക്കെ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള ഘട്ടത്തിലാണ് പോലീസ് സുഗാന്തിനെ പ്രതി ചേർക്കാൻ പോലും തയ്യാറായത്. ഈ ലുക്കൌട്ട് നോട്ടീസ് എടുക്കുന്ന സമയത്ത് പോലും സുഗാന്ത് പ്രതിയല്ല. അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. അതായത് പോലീസ് നോക്കുകുത്തികളാകുന്ന ചില സന്ദർഭങ്ങൾ സത്യത്തിൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നിപ്പോ. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകർ കൂടുതൽ സ്ത്രീ എന്ന നിലയിൽ പോലും എനിക്കിത് വായിച്ചപ്പോൾ ഒരു പൊസിഷനിലിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു ഉദ്യോഗസ്ഥയായിരുന്ന ഒരു വ്യക്തിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ പെൺകുട്ടികൾ ഇപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ നെട്ടോട്ട് ഓടുന്നതിൽ ഒരു അത്ഭുതവും പറയാനില്ല ജയ്. കാരണം ഇതിലും വലിയ അട്രോസിറ്റീസ് നടന്നിട്ട് സാധാരണക്കാർക്കെതിരെ നടക്കുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. അവനൊക്കെ ജയിലിൽ പോയി ബിരിയാണിയും ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് അത്യാവശ്യം ജോലിയും ചെയ്തതിനുള്ള ശമ്പളവും വാങ്ങിച്ചാണ് അവിടെ ജീവിക്കുന്നത്. അന്തസ്സോടുകൂടി നല്ലൊരു മേൽക്കൂര കിട്ടി കിടന്നുറങ്ങുന്നു എന്നാണ് അർത്ഥം. അത് തന്നെയല്ലേ ഇപ്പോൾ IB ഉദ്യോഗസ്ഥയായിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ അവളവിടെ പഠിച്ചിട്ടാണെങ്കിലും അവൾ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സേവനം ചെയ്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിങ്ങിലാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു റെസ്പെക്ട് പോലും ആ കുട്ടിയോട് കാണിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇവരും അടുത്ത് ഇപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാലും പട്ടാളം എന്ന് പറഞ്ഞാലും അതൊരു സേനയല്ലേ. തീർച്ചയായിട്ടും ഇവരൊക്കെ ഒരു നിയമത്തിന്റെ കുടക്കീഴിൽ വരുന്ന ആൾക്കാരല്ലേ. എന്നിട്ട് ആ ഒരു ബഹുമാനമോ ആ ഒരു ദയ, ഒരു കൈൻഡ്നസ് പോലും കാണിച്ചില്ല. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 മാസം ലാഗ്നസ് എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും കേരളം പോലും വിട്ടുപോയിട്ടില്ലായിരുന്നല്ലോ പ്രതി. ഈ പോലീസിന്റെ മൂക്കിന് തുമ്പത്തുണ്ടായിട്ട് പോലും പിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രഹസ്യ സംഘത്തിൽ നിന്നുമല്ല അയാൾ കഴിഞ്ഞിരുന്നത്. അത് കൃത്യമായിട്ട് തെളിഞ്ഞ കാര്യമാണ്. അയാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, കൊച്ചിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും പോലീസിന് പിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഒത്തുകളി ഉണ്ടെന്നുള്ള കാര്യം എന്താണ് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ശാരീരിക ഇതിലൊക്കെ നമ്മുടെ സൈബർ വിഭാഗം എടുത്തൊരു എഫേർട്ടും കാണാതെ പോകാൻ പാടില്ല. ഇതുപോലെ തന്നെ അതൊരു ദൈവത്തിന്റെ കയ്യൊപ്പം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സുഗാന്ത് മറന്നു വെച്ചൊരു ഫോൺ ഇയാളുടെ ബന്ധു വീട്ടിൽ നിന്ന് പോലീസിന് കിട്ടുന്നു. അതായത് അതിൽ നിന്ന് ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഇയാൾ അൺഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിലും ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് കൃത്യമായിട്ട് കുറച്ചധികം ചാറ്റുകൾ റിട്രൈവ് ചെയ്യാനായിട്ട് പോലീസിന് സാധിച്ചു. അതാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം കൃത്യമായിട്ട് നിലനിൽക്കാനുള്ള ഒരു വൈറ്റൽ സോളിഡ് എവിഡൻസ് ആയത് ഇപ്പോൾ ആ ചാറ്റുകളാണ്. അതായത് പല സമയത്തായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ ചാകും, ഇങ്ങനെയാണ് ഭാഷ, ഇങ്ങനെയാണ്, നീ എപ്പോൾ ചാകും, അല്ലെങ്കിൽ നീ ചത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കൂ എന്ന് പല സമയത്തായിട്ട് ചോദിക്കുമ്പോൾ ഒരു ഡേറ്റ്, പർട്ടിക്കുലർലി ഒരു ഡേറ്റ് ഗതികെട്ട് ഈ IB ഉദ്യോഗസ്ഥ പറയുന്നുണ്ട്. ഓഗസ്റ്റ് 9 മരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ IB ഉദ്യോഗസ്ഥയുടെ ട്രാക്കിൽ നിന്ന് കിട്ടിയ മൃതദേഹത്തിലുണ്ടായിരുന്ന ഫോണും ചിഹ്ന ഭിന്നമായി പോയത് കൊണ്ട് അതിൽ നിന്ന് എവിഡൻസുകളൊന്നും കളക്ട് ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല, സൈബർ വിഭാഗത്തിന് സാധിച്ചില്ല. എന്തായാലും വളരെ കൃത്യമായിട്ട് തന്നെ ഇയാൾക്കെതിരെയുള്ള സുഗാന്തിനെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഇപ്പൊ ജയ് പറഞ്ഞ പോലെ ഈവൻ നേരത്തെ തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തി ടെലഗ്രാമിൽ ഒരു ചാറ്റൊക്കെ റിട്രീവ് ചെയ്തെടുത്തല്ലോ. അതിനകത്ത് മുഴുവനും വളരെ മോശമായിട്ട് ഒരു പെൺകുട്ടി, ഒരു പ്രണയിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും തകർന്നു പോകാൻ തരത്തിലുള്ള മെസ്സേജുകളും ആക്രോശങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അവൻ അതിൽ ഒരു അതിബുദ്ധി കാണിച്ചു. അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഭാഷയിലാണ്. അതായത് എനിക്ക് വിവാഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, അതും റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലല്ല, അതുകൊണ്ട് നിങ്ങളുടെ മകളെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ
സംസാരിച്ചത്. അതായത് കൗൺസിലിംഗ് കൊടുക്കണം, അതായത് ഡിയർ ആന്റി എന്നും പറഞ്ഞിട്ടാണ് അവനൊരു മെസ്സേജ് വാട്സ്ആപ്പ് ചാറ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ അറിയാമായിരുന്നു ഇവള് മരിക്കും, എന്തായാലും ഇവള് മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ തനിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് തനിക്ക് നേരെ കേസ് വരാൻ പാടില്ല. മാത്രമല്ല അവൻ ഭയങ്കര കരച്ചിൽ നാടകമായിരുന്നു. ഈ മരണവിവരം അറിഞ്ഞിട്ട് ആ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എന്നെയാണെന്നായിരുന്നു അതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. കാരണം അവൻ അവിടെ സ്ക്രിപ്റ്റ് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഇതെല്ലാം. അത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടക്കം പറഞ്ഞിരുന്നൊരു കാര്യം, ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന കുട്ടിയാണ്, ഞാൻ സംരക്ഷിച്ച് പിടിച്ചിരുന്ന, എല്ലാ സമയത്ത് റെസ്പെക്ട് കൊടുത്തിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലും. സ്വാഭാവികമാണ്, എല്ലാ കേസിലും അങ്ങനെ തന്നെയാണെങ്കിൽ പോലും അവന്റെ ഒരു നാടകം എല്ലായിടത്തും കൃത്യമായിട്ട് പ്ലേ ചെയ്തു എന്നുള്ളതാണ്. അതെ, സ്വാഭാവികമായിട്ടും ചീറ്റിംഗ് ചെയ്യുമ്പോൾ പെൺകുട്ടികൾ മരിക്കപ്പെടാം, ഇപ്പം ഭർത്തൃമതികൾ കെട്ടുതൂങ്ങി മരിക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് അവന്റെ കൈയാൽ കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവനൊരു കൊലപാതകി എന്ന നിലയിൽ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. കാരണം അവനതെല്ലാം അവൻ ഓറലായിട്ടും അതോടൊപ്പം തന്നെ വെർബലായിട്ടും എല്ലാ കാര്യങ്ങളും അവൻ അതിനു വേണ്ടി ചെയ്തു വെച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവളെ എന്തിനാണ് ടെലഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നത്? വാട്സപ്പ് ഉള്ളപ്പോ ടെലഗ്രാമിലാണ് ഇച്ചിരി ഫോളോ ചെയ്യാൻ പാടുള്ളതെന്നാണ് എന്റെ ഒരു ചെറിയ സെക്യൂരിറ്റി കുറച്ചുകൂടെ വീക്ക് ആയിരിക്കുന്ന സ്ഥലമാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ടെലഗ്രാമിൽ മറ്റേ പടങ്ങളൊക്കെ ഇറങ്ങുന്നത്, ഒറിജിനൽ പടങ്ങളൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ടെലഗ്രാമിൽ അവൻ ബുദ്ധിപരമായിട്ടായിരിക്കും ഒരു പക്ഷെ കളിച്ചിട്ട് തൊട്ട് ടെലഗ്രാമിൽ ചാറ്റ് മതി എന്നൊരു പക്ഷെ അവനായിരിക്കാം ഇൻസിസ്റ്റ് ചെയ്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വാട്സപ്പിൽ ചാറ്റ് വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ, ആന്റി എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എന്റെ സിറ്റുവേഷൻ മോശമാണ്, ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല, നിങ്ങൾ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നെല്ലാം വളരെ. അപ്പം സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതാണ് രണ്ടുപേരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അപ്പൊ അവൻ പറയുന്നതായിട്ട് ഇത് കണക്റ്റഡ് ആവും. അവൻ ഇപ്പോൾ പരാതി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞത് അച്ഛനും അമ്മയുടെയും ഭയങ്കരമായ എതിർപ്പ് കൊണ്ട് സ്ട്രെസ് സഹിക്കാൻ പറ്റാതെയാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. അതായത് അവർ സമ്മതി ഒരു തരത്തിലും കല്യാണത്തിന് സമ്മതമായിരുന്നില്ല എന്നാണ്. പക്ഷേ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കല്യാണ ആലോചനയൊക്കെ വന്നിട്ട് വീട് പോലും പെയിന്റ് അടിക്കുന്ന ഘട്ടത്തിലായിരുന്നു എന്ന് പോലും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇവൻ കല്യാണം കഴിക്കുന്നില്ല, പലവട്ടം ഒഴിഞ്ഞു മാറി അവസാനം ഇൻസിസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവന്റെ തനി നിറവൻ പുറത്തിറക്കിയത്. കല്യാണം കഴിച്ചേ പറ്റൂ എന്നൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ഇവന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ആ പറയപ്പെടുന്ന IB ഉദ്യോഗസ്ഥയ്ക്ക് ഒരു പക്ഷെ അപ്പോൾ മാത്രമായിരിക്കാം ഇവനത്ര ക്രൂരനാണെന്നും ഇവനൊരു വലിയ വഞ്ചകനാണെന്നും പക്ഷെ തിരിച്ചറിവുണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ ഇവർ ചില ഒരു പക്ഷെ കുറച്ച് നേരത്തെ ഇവന് സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ പെൺകുട്ടി മരിക്കില്ലായിരുന്നിരിക്കാം. ഇതിപ്പോ അത്രയ്ക്കും ഡീപ്പസ്റ്റ് ഇൻ ലവിലായി പോയിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ടാവണമെന്നാണ് ഇപ്പോൾ സൈക്കോളജിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി അത്രയും അഗാധമായ പ്രണയത്തിലായിരുന്നു. അതുകൊണ്ടാണ് അത്രയും അടിമപ്പെട്ടു പോയത്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിനെ കുറിച്ച് പഠനം നടത്തി പറയുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും. പല രീതിയിൽ നമുക്ക് അതിനെ പറഞ്ഞ കണക്ക് ചിന്തിക്കാൻ സാധിക്കും. സൈക്കോളജി പ്രകാരമൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അവന് നല്ലൊരു ജീവിതം കിട്ടത്തുള്ളെങ്കിൽ അല്ലേ എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തമായൊക്കെ സ്നേഹിക്കുന്ന അവസ്ഥയിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാലേ അവൻ ഇനി മുന്നോട്ട് നല്ല ജീവിതം കിട്ടത്തുള്ളെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ പോലും പങ്കാളികൾ പോലും ഉണ്ട്. എന്തായാലും സുഗാന്തിന്റെ കേസിൽ മറ്റ് പല പെൺകുട്ടികളും ഈ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശാരീരികമായിട്ടും അവരുടെ ഫിനാൻഷ്യലിയും ഒക്കെ അവരെ ഉപയോഗിച്ചിട്ടുണ്ട് സുഗാന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയുകയാണ്. പല പെൺകുട്ടികളും ഈ കാര്യങ്ങൾ പറയാൻ മടിച്ച് മുന്നോട്ട് വരുന്നതും ഈ സുഗാന്തിനുള്ള ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു പഴുത് കൂടി ആവുകയാണ്. എന്തായാലും മാക്സിമം എവിഡൻസുകൾ നമ്മുടെ സൈബർ വിഭാഗവും പോലീസും ഒക്കെ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി സുഗാന്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിക്കഴിഞ്ഞു. ഇനി എന്താണ് സുഗാന്തിന് നേരിടേണ്ട നിയമ നടപടി എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ ഉറ്റുനോക്കുന്നത്.